Hello everyone, welcome to Disha Academy. അപ്പോൾ നമുക്ക് ഫൈനലി NDPCയുടെ ടൈം അടുക്കാറായല്ലേ. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ റെയിൽവേ ഇപ്പൊ കൃത്യമായിട്ട് എക്സാം നടത്തുന്നത് കൊണ്ട് തന്നെ NDPC അവർ പറഞ്ഞൊരു എക്സ്പെക്ടഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് സമയമാണ്. അപ്പൊ അതിനുള്ളിൽ തന്നെ എക്സാം നടത്തും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കിപ്പോൾ ഉള്ളത്. കാരണം അവരുടെ എക്സാംസ് എല്ലാം കൃത്യമായിട്ട് നടന്നു പോകുന്നത് കൊണ്ട്. അപ്പൊ എന്തായാലും ഇനി നമുക്ക് മാസ്റ്റർ പ്ലാൻ നടത്തേണ്ട സമയമാണ്. കൃത്യമായിട്ട് സ്ട്രാറ്റജിയിൽ ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ നടത്തേണ്ട ടൈമാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോവാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ജോബ് എന്ന് പറയുന്നത്. അപ്പോ അതിനായിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും NDPCയുടെ ഫൈനൽ മാസ്റ്റർ പ്ലാൻ എന്ന രീതിയിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എല്ലാം ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ടാവും, സിലബസ് വൈസ് ആയിട്ടായാലും എങ്ങനെയെങ്കിലും നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും. കാരണം ഒരുപാട് മുന്നേ വന്ന നോട്ടിഫിക്കേഷൻ ആണ് NDPC എന്ന് പറയുന്നത്. ടയർ 1ഉം ടയർ 2ഉം ഉള്ള ഒരു എക്സാമിനേഷൻ ആണ്. പ്ലസ് 2നും ഗ്രാജുവേറ്റ് ലെവലിനും എല്ലാം ഒരുപോലെ എഴുതാൻ പറ്റുന്ന എക്സാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും RRB NDPCയുടെ എക്സാം പാറ്റേൺ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് വിശ്വാസം. കാരണം നിങ്ങളിപ്പോ സിലബസ് കവർ ചെയ്തിട്ടുണ്ടാവും. GKയുടെ പോർഷൻസ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം. 40 ക്വസ്റ്റ്യൻ ആണ്. മാത്സും റീസണിങ്ങും 30 വീതമാണ് വരുന്നത്. ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ സയൻസും GKയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. സ്റ്റാറ്റിക് GK, കറണ്ട് അഫയേഴ്സ് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ജനറൽ അവയർനെസ് വരുന്നത്. 40 ക്വസ്റ്റ്യൻസ് ആണ്. മാത്സും റീസണിങ്ങും ആണ് പിന്നെ 30 മാർക്കിന് വരുന്നത്. അപ്പൊ ഈ ഒരു 30 മാത്സിന്റെ 30 റീസണിങ്ങിന്റെ 30 നമ്മൾ പക്കയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ജനറൽ അവയർനെസിന്റെ ഒരു 40-ൽ ഒരു 25ഓളം മാർക്ക് നമ്മൾ മേടിച്ചാൽ തന്നെ നമ്മൾ ഏകദേശം നല്ലൊരു കട്ട് ഓഫ് റേഞ്ചിലേക്ക് നമ്മൾ എത്തുക തന്നെ ചെയ്യും. അപ്പൊ ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് ഇനി ഫൈനൽ ഡേയ്സിൽ നിങ്ങൾ എത്തിക്കേണ്ടത്. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ട ഡേയ്സ് ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ നമ്മൾ ദിശ അക്കാഡമി ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എന്തായാലും നിങ്ങൾക്ക് വരുന്ന 1.5 മണിക്കൂർ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ മാത്സും റീസണിങ്ങും ഉറപ്പുള്ള മാർക്കാണെന്ന് പറഞ്ഞു. എഫക്റ്റീവ് സ്റ്റഡി ടെക്നിക്സ് ഇനി നിങ്ങൾക്ക് യൂസ് ചെയ്യാന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മാത്സും റീസണിങ്ങും GK കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ ഷുവർ ഷോർട്ട് മാർക്സ് ആണെന്ന് പറയാൻ കാരണം നമ്മൾ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ ഒരു മോഡൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ അവിടെ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. കൃത്യമായ പാറ്റേൺ മനസ്സിലാക്കി പഠിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാത്സിലെ ക്വസ്റ്റ്യൻസ് ഈസി ആയിരിക്കും. അതുപോലെ തന്നെ റീസണിങ്ങിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ നേരിടാൻ പോകുന്ന ചാലഞ്ച് എന്ന് പറയുന്നത് ടൈമാണ്. ടൈം മാനേജ് ചെയ്ത് കൃത്യമായി സ്പീഡും ആക്യുറസിയും ഉപയോഗിച്ച് ചെയ്ത് തീർക്കുക എന്നുള്ള ഒരു ടാസ്ക് മാത്രമേ അവിടെ സത്യമായിട്ട് നിങ്ങൾക്ക് വരുന്നുള്ളൂ. അതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനിയുള്ള ഡേയ്സിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുത്ത് എന്ത് ചെയ്യുക, പ്രാക്ടീസ് സെക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അല്ലാതെ ഇനി ഒന്നേന്ന് പഠിച്ചെടുക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. കാരണം ലാസ്റ്റ് ഡേ ആണ്. ഇനി ഒരു റിവിഷൻ സെഷനാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രാഷ് സെഷൻ. നിങ്ങളുടെ ഒരു റിവിഷൻ ബാച്ച് പോലെ പോകാൻ പറ്റുന്ന ഒരു സെഷൻ മാത്രമേ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നടത്താനായിട്ട് പറ്റുള്ളൂ. നിങ്ങളായാലും ഫോക്കസ് ചെയ്യേണ്ടത് അത് തന്നെയാണ്. റിവിഷൻ ഉള്ളു. ഇനി ഒന്നേന്ന് സിലബസ് കവർ ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇനി കിട്ടുന്ന ടൈം എത്ര ഡേയ്സ് ആണ് നമുക്ക് അറിയാൻ പറ്റില്ല. എന്തായാലും ഒരു 50 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ബേസിസിൽ നമുക്ക് പോകാൻ എന്നുള്ളൊരു സ്ട്രാറ്റജി മാത്രമേ ഇനി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോൺസെപ്റ്റ് ഇതുവരെയും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ക്ലാരിറ്റി വരുത്തുക. ഇനി ഒന്നേന്ന് പഠിക്കുന്നതിനേക്കാൾ എന്തൊക്കെ ടോപ്പിക്സുകൾ കവർ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. അത് തന്നെ എന്ത് ചെയ്യുക, ഫ്രഷപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ദ കോൺസെപ്റ്റ്സ് റദർ ദാൻ റോഡ് മെമ്മറൈസേഷൻ. എന്തെങ്കിലും ഒരു മെമ്മറൈസേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ല, കാണാപ്പാഠം പഠിച്ചു വെക്കുക എന്നുള്ളതല്ല. ഇപ്പൊ മാത്സിൽ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ ഓരോ ചാപ്റ്റേഴ്സിലും പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആ ഓരോ ടൈപ്സിന്റെയും നോട്ട് പ്രിപ്പയർ ചെയ്ത് ഇതാണ് ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്, റേസിന് ഒരു മെത്തേഡാണ്, ഇലക്ഷൻ ഒരു മെത്തേഡാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ മെത്തേഡ്സും കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്ത് പോകാനേ ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് ഷോർട്ട് ട്രിക്സോ അല്ലെങ്കിൽ മെമ്മറൈസിങ് ട്രിക്സോ ഒന്നും വേണ്ട. നിങ്ങൾ കൃത്യമായ ലോജിക്ക് മാത്രം യൂസ് ചെയ്ത് നിങ്ങളുടെ ഫോർമുല ബേസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ കാണുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് മാത്സ് എപ്പോഴും ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഈ പറയുന്ന 30 മാർക്കിൽ 30 മേടിക്കാൻ പറ്റും, അല്ലെങ്കിൽ 28ഓളം മാർക്ക് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്ട് ആണ് മാത്സ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ കൃത്യമായി കോൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞാൽ പറ്റും. അപ്പൊ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് മാത്സും റീസണിങ്ങും ഫൈനൽ ഡേയ്സിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. അതിനുവേണ്ടി എന്ത് ചെയ്യണം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. റെഗുലർലി പ്രാക്ടീസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇനിയുള്ള സമയം അതിന് 5 മണിക്കൂർ ആയിക്കോട്ടെ, 4 മണിക്കൂർ ആയിക്കോട്ടെ, ഇനിയിപ്പോ 8 മണിക്കൂർ ഉള്ളവരാണെങ്കിൽ 8 മണിക്കൂർ ആയിക്കോട്ടെ, കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അപ്പൊ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ സോൾവ് എ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡിംഗ് പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ആൻഡ് മോക്ക് ടെസ്റ്റ്. നമ്മൾ നമ്മൾ PYQ സെക്ഷൻസ് എന്തുകൊണ്ട് അറ്റൻഡ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ക്വസ്റ്റ്യൻ വരുള്ളൂ. ഇനി എവിടെ നിർത്തിട്ട് ചോദിക്കാനാണ് അവര് ഇത്രയും ബുദ്ധിമുട്ടി റെയിൽവേ ഇങ്ങനെ ഒരു എക്സാംസ് നടത്തുമ്പോൾ തന്നെ അവർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് ഈ ഒരു എക്സാംസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അവരെന്ത് ചെയ്യും, ഒരു സെറ്റ് ഓഫ് പാറ്റേൺ ഫോളോ ചെയ്ത് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മൾ മൈൻഡ് സെറ്റിൽ ആലോചിക്കണം. അതുകൊണ്ട് PYQ സെഷൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 90% നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ വരുന്നത് എന്നുള്ളൊരു കാര്യം ആലോചിക്കുക. സോൾവ് എ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡിംഗ് പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ആൻഡ് മോക്ക് ടെസ്റ്റ്. ഇനിയുള്ള ഡേയ്സിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. പിന്നെ ടൈം മാനേജ്മെന്റ്, പ്രോപ്പർ ആയിട്ട് ടൈം മാനേജ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യാൻ നോക്കണം. നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ എത്ര സമയം എടുത്താണ് ഓരോ സെക്ഷൻസും നിങ്ങൾ കവർ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്കറിയാം പല മോക്ക് ടെസ്റ്റുകളിൽ നിങ്ങൾക്ക് അറിയാം ഇത് ഈസി ക്വസ്റ്റ്യൻ ആണോ, ഹാർഡ് ക്വസ്റ്റ്യൻ ആണോ, മീഡിയം ക്വസ്റ്റ്യൻ ആണോ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ പാറ്റേണും നിങ്ങൾ എത്ര സമയം കൊണ്ട് എഴുതി തീർക്കുന്നു, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ എത്രത്തോളം വേസ്റ്റ് ചെയ്ത് കളഞ്ഞു എന്നുള്ള കാര്യം നിങ്ങൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ അനലൈസ് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. പിന്നെ എന്താണ് ഫോർമുലാസ് പഠിക്കുക, എന്താണ് കൃത്യമായിട്ട് ഫോർമുലാസ്. ഇപ്പൊ കലണ്ടർ ഒക്കെ ചെയ്യുന്നെങ്കിൽ കലണ്ടറിലൊക്കെ ഓരോ ട്രിക്സുകളുണ്ട്, അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഫോർമുലാസ് ഇപ്പൊ മെൻസുറേഷൻ പോലെയുള്ള ചാപ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനൊക്കെ പോലെയുള്ള ഇതിനൊക്കെ എന്തുണ്ട്, ഫോർമുലാസ് ഉണ്ട്. ആ ഫോർമുലാസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്ത് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. നോട്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വീണ്ടും ഒന്നേന്ന് പഠിക്കുന്നതിനേക്കാളും ഈ നോട്ട് ഉള്ളതിനെ എടുത്ത് ഓരോ ചാപ്റ്റേഴ്സിന്റെ നോട്ട് കൃത്യമായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ, ഓരോ ഫോർമുലാസ് നിങ്ങൾ പ്രത്യേക ഒരു ബുക്കിൽ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുത്ത് മറിച്ചു നോക്കേണ്ട ആവശ്യം മാത്രമേ അവിടെ വരുന്നുള്ളൂ. അതെന്ത് ചെയ്യുക, നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രാക്ടീസ് ആൻഡ് റിവൈസ് ദം റെഗുലർലി. ശരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാനായിട്ട് നോക്കുക, ഇടയ്ക്കിടയ്ക്ക് റിവൈസിനായി നോക്കുക. അപ്പൊ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് മേക്കിംഗ് ആൻഡ് റിവിഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരിക. ഇനിയുള്ള ദിവസം അതാണ് ഏറ്റവും പ്രൈമറി തിങ് എന്ന് പറയുന്നത്. എന്താണ് ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നോട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ഏതൊരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക, റിവിഷൻ ചെയ്യുക. കാരണം അത് മാത്രമേ ഇനി നിങ്ങളുടെ മുന്നിലുള്ളൂ. മാത്സിന്റെയും റീസണിങ്ങിന്റെയും അല്ല, ഇനി ഒന്നും ഒന്നേന്ന് പഠിക്കാനായിട്ട് ഇല്ല എന്നുള്ളൊരു കാര്യം ആലോചിക്കുക. ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്ക്, കാരണം നമുക്ക് ഒരുപാടൊന്നും പഠിക്കാനും പറ്റില്ല. നമ്മളിപ്പോ ഇനി എത്ര കുത്തിയിരുന്ന് പഠിച്ചാലും നമുക്ക് ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു റിലാക്സേഷന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പോമഡോറോ ടെക്നിക്ക് തന്നെ ഫോളോ ചെയ്യണം എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം പോസിബിൾ ആണോ എന്നുള്ളൊരു കാര്യമല്ല അവിടെ പറയുന്നത്. കാരണം ഇവിടെ പറയുന്നുണ്ട് ഈ ഒരു പോമഡോറോ ടെക്നിക്ക് ഉപയോഗിച്ച് വിജയിക്കുന്ന ഒരുപാട് പേരുണ്ട്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമ്മളൊരു ടാസ്ക്, ഒരു ചൂസ് ദ ടാസ്ക് ആണ്. അതായത് ഏതെങ്കിലും ഒരു ടാസ്ക് എടുക്കാം. അതായത് ഡേ 1 നിങ്ങൾ എന്ത് ചെയ്യാണ്, മാത്സ് പഠിക്കാൻ തീരുമാനിച്ചു. റേഷ്യോ എന്ന് പറയുന്നത് പഠിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേന്ന് സിലബസ് കവർ ചെയ്യാനെന്നുള്ള ഒരു കാര്യമേ അല്ല, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. റേഷ്യോയുടെ ഒരു 30 ക്വസ്റ്റ്യൻ ഞാൻ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യും എന്നുള്ളൊരു തീരുമാനം എടുക്കുക. അപ്പൊ അതെന്ത് ചെയ്യുക, നിങ്ങൾ ടാസ്ക് സെറ്റ് ചെയ്തു, ഞാൻ ഇന്ന് റേഷ്യോയുടെ 30 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ചൂസ് ദ ടാസ്ക് ആയി. ഇനി അടുത്ത രണ്ടാമത്തെ കാര്യം എന്താണ്, സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഇത്ര ടൈം ഞാൻ പഠിക്കും. സെറ്റ് എ ടൈമർ ഫോർ 25 മിനിറ്റ്സ്. അതായത് ഇപ്പൊ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറോ അരമണിക്കൂറോ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമല്ല പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ നിങ്ങളുടെ ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് അരമണിക്കൂറേ പഠിക്കാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ട്, അല്ലെങ്കിൽ 2 മണിക്കൂറുണ്ട്. പക്ഷെ എവിടെയൊക്കെയാണ് ബ്രേക്ക് കൊടുക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ആലോചിക്കുക. ഒരു 5 മിനിറ്റ് ബ്രേക്ക് എപ്പോഴും എടുത്ത് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിന് തന്നെ ഒരു റിലാക്സേഷൻ കിട്ടും. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യും, റിലാക്സ് ചെയ്യാനുള്ള ഒരു മൊമെന്റ് കിട്ടും. നിങ്ങൾക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ 30 മിനിറ്റ് നമ്മൾ പഠിക്കുകയാണ് കണ്ടിന്യൂസ് മാത്സിന്റെ ഒരു 10 ക്വസ്റ്റ്യൻസ് ചെയ്തെന്ന് വിചാരിച്ചു. ഒരു 10 ക്വസ്റ്റ്യൻസ്, ഈ 10 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ 1 മണിക്കൂറിലേക്ക് പഠിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഏതാണ്, ചൂസ് ദ ടാസ്ക്. ഞാൻ മാത്സിന്റെ റേഷ്യോ 30 ക്വസ്റ്റ്യൻ 1 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇത് ഒറ്റ സ്ട്രെച്ചിൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിനും വർക്ക് ചെയ്യാൻ ഓവർ സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. അതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് 30 മിനിറ്റ് എന്ത് ചെയ്യുക, 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് എന്ത് ചെയ്യുക, ഇതിന്റെ ഇടയിൽ ബ്രേക്ക് കൊടുക്കുക. 5 മിനിറ്റ് ബ്രേക്ക് കൊടുക്കുക, ഒന്ന് എണീറ്റ് നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ടീ കുടിക്കുക, അല്ലെങ്കിൽ മൊബൈലിൽ ജസ്റ്റ് നോക്കാം. മൊബൈൽ നോക്കിപ്പോയാൽ നമുക്കറിയാലോ ഓട്ടോമാറ്റിക്കലി നമ്മൾ യൂട്യൂബിൽ കയറും, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കയറും, പല വഴിയിൽ നമ്മളത് പോകേണ്ട ആവശ്യം വരും. അതിനേക്കാളും നല്ലത് 5 മിനിറ്റ് എന്ത് ചെയ്യുക, നമ്മൾ റെസ്റ്റ് എടുത്ത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരത്തി നടന്ന് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് തിരിച്ച് 5 മിനിറ്റിനുള്ളിൽ തിരിച്ച് വരണം എന്നുള്ളൊരു ബോധം ഉണ്ടായിരിക്കണം. ആ 5 മിനിറ്റ് കഴിഞ്ഞ് അങ്ങ് പോകാനല്ല പറയുന്നത്. ആ ഒരു 25 മിനിറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, അലാറം സെറ്റ് ചെയ്യുക, 5 മിനിറ്റ് എന്ത് ചെയ്യുക, ബ്രേക്ക് എടുക്കുക, തിരിച്ചു വരണം. അപ്പൊ ഇപ്പൊ നിങ്ങൾ എത്രയാണ് കംപ്ലീറ്റ് ചെയ്തത്, ആദ്യത്തെ ഒരു 25 മിനിറ്റിൽ നിങ്ങൾ എന്ത് ചെയ്തു, ഒരു 10 ക്വസ്റ്റ്യനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ടാസ്ക് 30 ക്വസ്റ്റ്യൻസ് ആണ്, അതിൽ 10 ക്വസ്റ്റ്യനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവും, അയ്യോ എനിക്ക് ഇനി ഇത്രയും ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാണ്ട്, അത് ഞാൻ കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്യും, അവിടെ ഒരു ടൈം മാനേജ്മെന്റ് സ്കില്ല് ഞാൻ ഉപയോഗിക്കും, ഇത്രയും പെട്ടെന്ന് ചെയ്യണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് നിങ്ങൾ ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചായ കുടിക്കുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. അപ്പൊ അടുത്ത 25 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യും, അടുത്ത് വീണ്ടും സെറ്റ് ചെയ്ത് 25 മിനിറ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ഒരു 15-20ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതാണ് പറയുന്നത്. ആ ബ്രേക്കിൽ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ തന്നെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
ഇങ്ങനെയാണ് ടാസ്ക് ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം. അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ടാസ്ക് സെറ്റ് ചെയ്യുക, ഇത്ര ടൈം കൊടുക്കുക, വീണ്ടും എന്ത് ചെയ്യുക, വർക്ക് ഓൺ ദ ടാസ്ക് കണ്ടിൽ ടൈമർ ബീപ്സ്, വീണ്ടും വർക്ക് ചെയ്യുക, 5 മിനിറ്റ് ബ്രേക്ക് കൊടുക്കുക. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, ഷോർട്ട് ബ്രേക്സുകൾ കൊടുത്ത് വേണമെങ്കിൽ 5 മിനിറ്റ് 10 മിനിറ്റ് ആകാം, അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ. പക്ഷെ ഒരേ ടൈം ഷെഡ്യൂളിംഗ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്ന് ഞാൻ 5 മിനിറ്റ് കൊടുത്തു, നാളെ 10 മിനിറ്റ് കൊടുത്തു, അങ്ങനെയല്ല. ഇന്ന് ഞാൻ 5 മിനിറ്റ് കൊടുക്കുന്നു, നാളെ 5 മിനിറ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇന്ന് ഞാൻ 10 മിനിറ്റ് കൊടുക്കുന്നു, നാളെ 10 മിനിറ്റ്. ആ ഒരു രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് പൊമോഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നത്. അത് അങ്ങനെ ഫോളോ ചെയ്താൽ കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മിനിമം ടൈം ഷെഡ്യൂൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാക്സിമം ടൈം ഷെഡ്യൂൾ ആണ്. മാക്സിമം നിങ്ങൾക്ക് ഉള്ള സമയം അത്രയുണ്ട്. ഇപ്പൊ നമുക്ക് എല്ലാവരും ഇപ്പൊ എല്ലാ ഓഡിയൻസിനെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങളിൽ പലരും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഓഫ്ലൈനിൽ പോയി പഠിക്കുന്നുണ്ടാവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, +2 ഡിഗ്രിയോ ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരായിരിക്കാം, ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കാം. നമ്മൾ ചോദിക്കുന്ന മിനിമം ടൈം അവേഴ്സ് മിനിമം ആണ് കേട്ടോ. മിനിമം. മാക്സിമം നിങ്ങൾക്ക് എത്ര വേണം പഠിക്കാം, 8 മണിക്കൂറോ 9 മണിക്കൂറോ. 9 മണിക്കൂറിൽ കൂടുതൽ പഠിക്കേണ്ട കാര്യമില്ല. അത്രയും ബ്രെയിനിനെ ഓവർ വർക്ക് ചെയ്യിപ്പിക്കേണ്ട എന്നാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും എന്താണ് മിനിമം ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് നോക്കുക, എഫിഷ്യന്റ് ആയിട്ട് സ്മാർട്ട് ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ 5 മണിക്കൂറാണ് ഡെയിലി കൊടുക്കുന്നതെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ കേട്ടോ, ഇനിയുള്ള ദിവസങ്ങളിൽ 5 മണിക്കൂർ ഡെയിലി പഠിക്കാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക. അതെങ്ങനെ എടുക്കണം, മാക്സ് 2 മണിക്കൂറെങ്കിലും മിനിമം പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം മാക്സിമം നമ്മൾ എത്ര 1 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 15 ക്വസ്റ്റ്യൻ ഒക്കെ സിമ്പിൾ ആയിട്ട് ചെയ്ത് തീർക്കാനേ പറ്റത്തുള്ളൂ. നമ്മൾ കുറച്ചും കൂടെ എന്ത് ചെയ്യുക, എഫിഷ്യന്റ് ആയിട്ടാവുക. കാരണം ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് മാക്സിമം 2 മണിക്കൂർ കൊടുത്ത് ഒരു 50 ക്വസ്റ്റ്യൻസ് ഞാൻ ടാസ്കിൽ കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ 40 ക്വസ്റ്റ്യൻസ് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. ഇന്ന് 30 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നാളെ 40 ആക്കിക്കോ, അല്ലെങ്കിൽ അടുത്ത ദിവസം 50 ആക്കിക്കോ. അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും വെച്ച് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അത്രത്തോളം ടൈം മാനേജ് ചെയ്ത് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പൊ മാത്സിന് 2 മണിക്കൂർ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് റീസണിങ്ങിന് 1 മണിക്കൂർ കൊടുക്കുന്നു. റീസണിങ്ങിന് 1 മണിക്കൂർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, വലിയ ടാസ്ക് ഉള്ള ഒരു കാര്യമല്ല റീസണിങ്. പക്ഷെ അവിടെ ഏറ്റവും ടാസ്ക് വരുന്നത് അതിന്റെ ടൈമിങ്ങിനാണ്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നു. ഇപ്പൊ നമ്പർ സീരീസ് പോലെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റണം. ഇങ്ങനെ ഒരു മെത്തേഡാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് സെഷൻസ് അറ്റൻഡ് ചെയ്യണം. അതുകൊണ്ടാണ് 1 മണിക്കൂർ റീസണിങ്ങിന് മാറ്റി വെക്കാൻ പറയുന്നത്. ആ 1 മണിക്കൂറിൽ നിങ്ങൾ സെക്ഷണൽ ടെസ്റ്റ് എടുത്തോളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഇന്ന് നിങ്ങളൊന്ന് സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സിലോജിസം ആണെങ്കിൽ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാക്ടീസ് സെഷൻസ് അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ സെക്ഷണൽ മോക്ക് ആയാലും മതി. സെക്ഷണൽ മോക്ക് സിലോജിസം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക, ഒരു കണ്ടിന്യൂസ് ഒരു 10-15 ക്വസ്റ്റ്യൻസ് ഈ 1 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, എഫിഷ്യൻസി കൂട്ടിക്കൊണ്ട് വരിക കേട്ടോ. അത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ജനറൽ അവയർനെസ്സിന് 2 മണിക്കൂറേ കൊടുക്കാൻ പറയുന്നത്. കാരണം ഓവറായിട്ട് നമ്മുടെ മൈൻഡിൽ ഫീഡ് ആവത്തുമില്ല. നമ്മളിപ്പോ ഫീഡ് ആക്കിയാലും വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. നമ്മൾ എത്രത്തോളം പഠിക്കുന്നോ അത് കൃത്യമായി പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. നമുക്ക് വീണ്ടും റിവൈസ് ചെയ്യുന്ന ഒരു ആവശ്യമുണ്ട് എങ്കിൽ പോലും നമ്മൾ പക്ക ക്ലിയർ ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി പോകാനായിട്ട് ശ്രമിക്കുക. ആർട്ടിക്കിളൊക്കെ പഠിക്കുമ്പോൾ മാക്സിമം അപ്പം പഠിച്ചതാണ് തലയിൽ അങ്ങോട്ട് കയറിയിട്ട് മാത്രമേ അവിടെ നിന്ന് എണീക്കാവൂ. ആർട്ടിക്കിൾസ് വീണ്ടും വന്ന് വീണ്ടും വായിച്ചു നോക്കേണ്ട ആവശ്യം വരുത്തരുത്. പക്ഷെ നമുക്ക് തലേ ദിവസത്തിലേക്ക് റിവിഷനൊക്കെ ആവശ്യമുണ്ട്. എങ്കിലും അതൊക്കെ നോട്ട് പ്രിപ്പയർ ചെയ്ത് GKയുടെ പ്രധാനപ്പെട്ട കാര്യം നോട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണ് ആ പോയിന്റ് കിടക്കുന്നത്, ഏതെടുത്ത് നോട്ട് എടുത്ത് പഠിക്കണം എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരും. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. നോട്ട് എഴുതി പഠിക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് നിങ്ങൾ പഠിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ GKയുടെ കാര്യത്തിൽ 2 മണിക്കൂറാണ്. നിങ്ങൾക്കറിയാം റെയിൽവേയുടെ ബേസിസ് ഇപ്പൊ എടുത്ത് നോക്കുമ്പോൾ ALP ആയിക്കോട്ടെ, JE ആയിക്കോട്ടെ, ടെക്നീഷ്യൻ ഏതൊരു എക്സാം വന്നപ്പോഴും GK എന്ന് പറയുമ്പോൾ ജനറൽ സയൻസ് ഫോക്കസ് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറൽ സയൻസ് ഫോക്കസ് ചെയ്തിട്ടുണ്ട് ഒരു പരിധി വരെ. ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ അവർ നോക്കിയിട്ടുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ ചോദിച്ച ഭാഗം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് GK റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിന് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ SSC കണക്കല്ല. SSCയിലാകുമ്പോൾ എപ്പോഴും എന്താണ്, ഹിസ്റ്ററിയുടെ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ജിയോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പൊളിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, എക്കണോമിക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഹിസ്റ്ററി എല്ലാം ഒരു മിക്സ് ആയിട്ടാണ് വരുന്നത്. SSC എന്ന് പറയുമ്പോൾ ഒരു പാറ്റേൺ ബേസ് ചെയ്തിട്ടാണ് വന്നത്. പക്ഷെ റെയിൽവേയുടെ ക്വസ്റ്റ്യൻസ് എപ്പോഴും പുതുമയുള്ളതായിരിക്കും. അതായത് ജനറൽ അവയർനെസിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അതാകുമ്പോൾ എപ്പോഴും അവർ എന്ത് ചെയ്യും, റിലേറ്റബിൾ ആയിരിക്കും. കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും പക്കയായിട്ട് വേണ്ട ഒരു ശീലം എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ റീഡിംഗ് ആണ്. ന്യൂസ് പേപ്പർ റീഡിംഗ് ഇല്ലാതെ നിങ്ങൾ എത്രയൊക്കെ മുന്നിൽ ഇനി കറണ്ട് അഫയേഴ്സ് വായിച്ചു പോയാലും കാര്യമില്ല. നിങ്ങൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പൊ എത്ര മണിക്ക് നിങ്ങൾ എണീക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പൊ 5:30 എണീറ്റാലും 6 മണിക്ക് എണീറ്റാലും ഒരു 15 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ന്യൂസ് പേപ്പറിന്റെ ഹെഡ്ലൈൻസോ നിങ്ങളുടെ ഏറ്റവും ന്യൂസിൽ നടക്കുന്ന ഇന്റർനാഷണൽ കാര്യങ്ങൾ അറിയാനായിട്ടുള്ള ഒരു ശ്രമം നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ഉണ്ടാവണം.
അതാണ് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് വേണ്ടത്. ഇനി നമുക്ക് സമയമില്ല, നമ്മൾ കഴിഞ്ഞു അല്ലെ, ടൈം കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി എന്ത് ചെയ്യണം, നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. കറണ്ട് അഫയേഴ്സ് പഠിക്കാനുള്ള ശ്രമം നടക്കണം. അത് എങ്ങനെ നടത്തണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസവും എന്ത് ചെയ്യുക, ഓരോ മാസത്തിന്റെ അല്ലെങ്കിൽ ഒരു മന്ത്ലി PDF കിട്ടും അല്ലെ, കറണ്ട് അഫയേഴ്സിന്റെ PDF കമ്പൈലേഷൻസ് കിട്ടും, അതെടുത്ത് വായിച്ചാൽ മതി. പക്ഷെ കറണ്ട് അഫയേഴ്സ് അറിയണം. കറണ്ട് അഫയേഴ്സ് അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. ചീഫ് മിനിസ്റ്ററിന്റെ അപ്പോയിന്റ്മെന്റ്സ് അല്ലെങ്കിൽ ഗവർണേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ്സ്, ഇനി ഇന്റർനാഷണൽ ഏതെങ്കിലും അതോറിറ്റീസിൽ ആരെങ്കിലും അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, സ്പോർട്സിന്റെ ഇവന്റ്സിന്റെ കാര്യങ്ങൾ, അതുപോലെ ഇന്റർനാഷണലി നമ്മുടെ ഇന്ത്യ എവിടെയെങ്കിലും അക്സെപ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് നമുക്ക് വരും. അതൊക്കെ നമ്മൾ നോക്കിയിട്ടേ കാര്യമുള്ളൂ. അപ്പൊ ആ ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. സ്ട്രാറ്റജിക്ക് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് പഠിക്കണം. ആ ടോപ്പിക്സ് ഒക്കെ ഒരുപാട് നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് GK കവർ ചെയ്യേണ്ട ടോപ്പിക്സ്, ആ ടോപ്പിക്സ് നിങ്ങൾ ഡെയിലി പഠിച്ചാൽ മതി. അതാണ് നമ്മൾ നിങ്ങളടുത്ത് എപ്പോഴും പറയുന്നത്. 5 മോക്ക് ടെസ്റ്റ് ഓൺ സൺഡേസ്. സൺഡേസിൽ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ഫുൾ മോക്ക് ടെസ്റ്റ് എടുക്കണം. ഓക്കെ, ഫുൾ മോക്ക് ടെസ്റ്റ് എന്ത് ചെയ്യണം സൺഡേസിൽ. സൺഡേസിൽ വെറുതെ ഇരിക്കാനൊന്നും പ്ലാൻ വേണ്ട. 5 മോക്ക് ടെസ്റ്റിനുള്ള ദിവസങ്ങൾ, 5 അല്ലെങ്കിൽ കൂടിപ്പോയി ഒരു 3 എണ്ണമെങ്കിലും എടുക്കാം, നമുക്ക് പറ്റും. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, ഇങ്ങനെ ഒരു 3 സമയം ഉള്ളതിൽ എല്ലാ സമയം കുത്തിയിരുന്ന് പഠിക്കണമെന്നല്ല. ഒരു 3 മോക്കൊക്കെ എടുത്ത് അതിന്റെ അനലൈസിങ് സ്കോറും കാര്യങ്ങളും, എന്തൊക്കെയാണ് തെറ്റിയത്, എവിടെയാണ് നമ്മൾ മറന്നു പോയത് എന്നുള്ള ഒരു മിസ്സിംഗ് പാർട്ടൊക്കെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈസിയാണ്. അപ്പൊ ആ ഒരു 5 മോക്ക് ടെസ്റ്റ് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. 5 മോക്ക് ടെസ്റ്റ് എടുക്കാൻ, അല്ലെങ്കിൽ 3 മോക്ക് ടെസ്റ്റ് എങ്കിലും സൺഡേസിൽ എടുക്കാൻ ശ്രമിക്കുക. ഫുൾ മോക്ക് ടെസ്റ്റിന്റെ കാര്യമാണ് പറയണം. ഡെയിലി നമ്മൾ ഇത്ര വെച്ചേ പഠിക്കുന്നുള്ളൂ. കാരണം മാത്സ് 2 മണിക്കൂർ, റീസണിങ് 2 മണിക്കൂർ, ജനറൽ അവയർനെസ് 2 മണിക്കൂർ, ടെസ്റ്റ് അന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് നമ്മൾ പറയണില്ല. അതെല്ലാം കൂടെ സൺഡേയിൽ ചെയ്യുക. സൺഡേയിൽ ചെയ്തിട്ട് ഞാൻ എവിടെയാണ് ഫോൾട്ട് വന്നിരിക്കുന്നത്, എന്റെ വീക്ക്നെസ് ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സ്ട്രോങ് പോയിന്റ്സ് വീണ്ടും സ്ട്രോങ് ആക്കിക്കൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. വീക്ക് പോയിന്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി. കാരണം ഇതിപ്പം ഏറ്റവും അറ്റത്തെത്തിയില്ല നമ്മൾ. ഇനിയുണ്ട് സമയം, നമുക്ക് 1 മാസത്തോളം സമയമുണ്ട്, അല്ലെങ്കിൽ 1 മാസത്തിൽ കൂടുതൽ സമയം ഉണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് നമ്മൾ ഇനിയും സ്ട്രോങ് പോയിന്റ്സിനെ സ്ട്രോങ് ആക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാലല്ല, വീക്ക് പോയിന്റിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് അത്രയും ബെനിഫിറ്റ് ആണ്, അത്രയും സ്കോർ നമുക്ക് കൂടുതൽ കിട്ടും. ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിക്കുക കേട്ടോ. അപ്പൊ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് മോക്കൊക്കെ ചെയ്താലേ മനസ്സിലാവുള്ളൂ. പിന്നെ എന്താണ്, 5 to 10 പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ബുക്കിൽ നിന്ന്, അതായത് നമ്മൾ പറയും യൂട്യൂബ് നോക്കി പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഓഫ്ലൈൻ സെഷൻസ് അറ്റൻഡ് ചെയ്ത് പഠിച്ചാൽ മതി, ഓൺലൈൻ അറ്റൻഡ് ചെയ്താൽ മതി. പക്ഷെ എപ്പോഴും നമുക്കൊരു റിലയബിൾ ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ബുക്കാണ്. ബുക്കിന്റെ പ്രാക്ടീസ് സെഷൻസ് ബുക്ക് ഉണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും എത്രയോ ആൾക്കാരുടെ പബ്ലിക്കേഷൻസ് ഉണ്ട്, കിരൺസ് ഉണ്ട്, YCTയുടെ ഉണ്ട്, അങ്ങനെ ഒരുപാട് പബ്ലിക്കേഷൻസ് റെയിൽവേക്ക് വേണ്ടി ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അവരുടെ ക്വസ്റ്റ്യൻസ് ചെയ്യാം നമുക്ക് ഒരുപാട്. അല്ലെങ്കിൽ നിങ്ങളിപ്പോ ബുക്ക് വാങ്ങിക്കണം, ലാസ്റ്റ് മിനിറ്റ് ഒന്ന് ബുക്ക് വാങ്ങിക്കണമെന്ന് പറഞ്ഞൊന്നും നിൽക്കേണ്ട. ഇനിയിപ്പോ ബുക്ക് ഇല്ലാത്തവരാണെങ്കിൽ പോലും, പിനാക്കളുടെയൊക്കെ ബുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബിലൊക്കെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ സീരീസുകൾ അടിച്ചു നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ സീരീസുകൾ അടിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ സീരീസ് അടിച്ചു നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അത് നടക്കുന്ന കാര്യമാണ്. എന്ത് ചെയ്യുക, ഇപ്പൊ നിങ്ങൾ എന്ത് പഠിക്കാൻ ശ്രമിച്ചത് എന്താണ്, ഇപ്പോ നമ്പർ സീരീസ്, റീസണിംഗിൽ നമ്പർ സീരീസ് ആണ് പഠിക്കുന്നതെങ്കിൽ അതിന്റെ ഒരു 45 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 50 ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ ആ ടോപ്പിക് ഒന്ന് അടിച്ചു കൊടുക്കുക. മലയാളത്തിന്റെയോ ഹിന്ദിയിലെ എന്തെങ്കിലും ചാനൽസിൽ എന്ത് കാണും, അതിന്റെ ക്വസ്റ്റ്യൻ സീരീസുകൾ അവരെന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യുന്നത് കാണും. അതൊക്കെ എന്ത് ചെയ്യുക, അങ്ങ് പഠിക്കുക, അതൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇപ്പൊ ഹിന്ദിയിലാണ് പറയുന്നതെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ രീതിയിൽ നമ്മൾ ചെയ്യുക. നമുക്ക് എന്താ വേണ്ടത്, ഫൈനൽ ആൻസറും വേണം, ക്വസ്റ്റ്യനും വേണം, അത്രയല്ലേ വേണ്ടതുള്ളൂ. അത് നമ്മൾ മാക്സിമം നമ്മുടെ മെത്തേഡിൽ തന്നെ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഒരുപാട് ട്രിക്സ് ഒന്നും ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് പറ്റുന്ന ട്രിക്സ് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ഇനി അത് സ്പീഡും ആക്യുറസി. ഏറ്റവും മെയിൻ ആയിട്ട് നോക്കേണ്ടത് സ്പീഡും ആക്യുറസിയാണ്. എത്രയൊക്കെ പഠിച്ചാലും നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ആക്യുറേറ്റ് ആയിട്ട് ഒരു ആൻസർ കണ്ടെത്തുക, ഏറ്റവും സ്പീഡിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. പിന്നെ ഏറ്റവും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇനി വരുന്ന ഡേയ്സിൽ ചെയ്യേണ്ട ഒരു കാര്യം, 100 ഫാക്ട് ഓഫ് GK നിങ്ങൾ പഠിക്കും. ഇവിടെ ഞാൻ പറഞ്ഞു GK പഠിക്കണം 2 മണിക്കൂറെന്ന്. പക്ഷെ ഇതിന്റെ അഡീഷണൽ എന്തെങ്കിലും ഒരു അവർ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. ഇപ്പൊ ബസ്സിൽ പോകുന്നവരാണെങ്കിൽ ബസ്സിൽ ഇരുന്ന് പഠിക്കാനുള്ള സമയമുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ട്രെയിനിൽ പോകുന്നവരാണെങ്കിൽ ട്രെയിനിൽ ഇരുന്ന് പഠിക്കാനുള്ള സമയമുണ്ട്. ഇനിയിപ്പോ രാവിലെ എണീക്കുന്നവരാണ്, 4 മണിക്കൊക്കെ എണീക്കുന്നവരാണെങ്കിൽ 4 മണിക്ക് ഇരുന്ന് പഠിക്കാൻ സമയമുണ്ട്. 12 മണിക്ക് ശേഷം ഇരുന്ന് ഇരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ 12 മണിക്ക് ശേഷം ഇരുന്ന് പഠിക്കാം. ഒരു 100 GK ഞാൻ ഇന്ന് പഠിച്ചിട്ടേ കിടക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ ഓഫീസിലൊക്കെ ടീ ബ്രേക്സോ എങ്ങനെയെങ്കിലും ചായക്കടയിൽ പോകുന്ന സമയമോ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന സമയത്തൊക്കെ ജസ്റ്റ് ഒന്നൊരു 100 ഫാക്ട് എന്ന് പറയുന്നതിൽ ഒരു 10 ഫാക്ട് എങ്കിലും ഈ പോകുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാമല്ലോ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് 21 ലൈനേഴ്സ് ഓഫ് കറണ്ട് അഫയേഴ്സ്, ഡെയിലി 20 കറണ്ട് അഫയേഴ്സ് വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക. കാരണം PDF കമ്പൈലേഷൻസിലൊക്കെ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സിന്റെ ഓരോ പാർട്ടുകൾ ഇട്ടേക്കും, ഓരോ ടോപ്പിക്സ് കവർ ചെയ്ത് അവർ ഇട്ടേക്കും. അതിന്റെ ഒരു 20 ഹെഡ്ലൈൻസ് എങ്കിലും നിങ്ങൾ വായിക്കാൻ ശ്രമിക്കണം. നരേന്ദ്രമോദി ഇന്ന അടുത്ത് പോയി ഇന്ന ആളെ മീറ്റ് ചെയ്തു,
ഇന്ന ഫിലിമിനാണ് ഇത്തവണ ഓസ്കാർ കിട്ടിയത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ച് എന്ത് ചെയ്യുക, പോവുക. എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിച്ചാൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനിയുള്ള ദിവസം വളരെ വിലപ്പെട്ടതാണ്, അത് മാക്സിമം യൂസ് ചെയ്യുക. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇനി നിങ്ങൾക്ക് അറിയില്ല എങ്ങനെ പ്രോപ്പർലി ഇനിയുള്ള ദിവസങ്ങൾ യൂസ് ചെയ്യണം, ഇത്രയും പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല, ഇതൊക്കെ ബേസിക്കലി ഞാൻ ചെയ്ത് കഴിഞ്ഞതാണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു കൃത്യമായ സ്റ്റഡി പ്ലാൻ, 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കണോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, RRB NTPCയുടെ റിവിഷൻ ബാച്ച്, നമ്മൾ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വേറൊന്നുമല്ല, നിങ്ങളടുത്ത് ഇത്ര ടോപ്പിക്സ് 50 ഡേയ്സ് സ്റ്റഡി ടേബിൾ ആണ് തരാൻ പോകുന്നത് കേട്ടോ, സ്റ്റഡി പ്ലാൻ ആണ് തരുന്നത്. അപ്പൊ ഈ 50 ദിവസത്തേക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സ് ഉണ്ടായിരിക്കും, ഓരോ ടോപ്പിക്സുകളുണ്ട്, അത് പഠിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതിന്റെ നോട്ട്സ് കമ്പയർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ ഉണ്ടാവും, ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ April 2-നാണ് ഈ ബാച്ച് ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് യൂസ് ആവുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു 50 ഡേയ്സ് പ്ലാനിൽ നിങ്ങളും ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു റിവിഷൻ ബാച്ച് ആണ്, ക്രാഷ് ബാച്ച് ആണ്. ഏറ്റവും ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് സെഷൻ ആയിരിക്കും ഇതിൽ വരുന്നത്. ഏറ്റവും എക്സ്പീരിയൻസ് ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ആ ഒരു വിഷമത്തിലാണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ അത് മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് സ്ട്രാറ്റജീസ് വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ഒരു സെക്ഷൻ അവരെന്ത് ചെയ്തിരിക്കുന്നത്, പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ യൂട്യൂബിൽ പറയുന്നുണ്ട്, അതിന്റെ ഒരു ബേസിക് ഔട്ട്ലൈൻ പോലെ ഒരു കാര്യം പറയാണ്. ഇതുപോലെ അല്ല വരുന്നത്, അവർ കൃത്യമായ രീതിയിൽ പ്രൊഫഷണൽ പ്ലാനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസും വെച്ചിട്ടാണ് അത് എന്ത് ചെയ്തിരിക്കുന്നത്, അത് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഫോർമാറ്റ് പറഞ്ഞുതരാം. ഇപ്പൊ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ കണ്ടോ, Day 1-ൽ നിങ്ങൾ എന്താ പഠിക്കേണ്ടത്, Day 2-ൽ എന്താ പഠിക്കേണ്ടത്, Day 3 പഠിക്കേണ്ടത് എന്താ എന്നുള്ള ഒരു കാര്യമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇപ്പൊ ഇതിൽ കണ്ടോ മാത്സ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ ഒരു ദിവസം നമ്മൾ മാത്സ് മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ, ഇല്ല. നമ്മുടെ എല്ലാ സബ്ജക്ട്സും ഒരുപോലെ കൊണ്ടുപോകണം. അതുകൊണ്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, മാത്സ് ഉണ്ട്, റീസണിങ്ങിന്റെ ഓരോ ടോപ്പിക്സ് നിങ്ങൾക്ക് തരും, അതുപോലെ GK ടോപ്പിക്സ് ഒരു ദിവസം നിങ്ങൾക്ക് തരും. അപ്പൊ അതിന്റെ റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരും. അപ്പൊ ആ ക്ലാസ്സസ് കണ്ട് നിങ്ങൾ എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം വൈകിട്ട് എന്തുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഒരു മിക്സഡ് GK സെക്ഷൻസ് പോലെ ഇങ്ങനെ മിക്സഡ് ആയിട്ടുള്ള ഈ പറയുന്ന സംഭവങ്ങൾ, മാത്സിൽ ആയിക്കോട്ടെ, റീസണിങ്, GK നിന്നൊക്കെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസ് അവർ കണ്ടക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. എവിടെയൊക്കെയാണ് നിങ്ങൾ മിസ്സായി പോയതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ്. April 2-നാണ് ഈ ബാച്ചിന്റെ സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു സെഷനിങ് വരുന്നത്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒരു പ്ലാൻ ഉദ്ദേശിച്ച് സെറ്റ് ചെയ്ത് പഠിക്കാം, പറ്റുവാണെങ്കിൽ പഠിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ പ്രൊഫഷണൽ രീതിയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും NTPC തവണ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ബെസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ആ കാര്യങ്ങൾ നോക്കുക. ഇതൊരു ജനറൽ ആയിട്ട് ഒരു ഔട്ട്ലൈൻ ആണ്, ഇങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളൊരു കാര്യമാണ് വരുന്നത്. Day 6-ൽ എന്ത് പഠിക്കണം, Day 7-ൽ എന്ത് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, ഫുൾ ലെങ്ത് ടെസ്റ്റ് ഒക്കെ എടുക്കേണ്ട എന്നാണ് 7ാമത്തെ ദിവസമാണ്. നമ്മുടെ സൺഡേസിലാണ് നമ്മൾ ഫുൾ ടെസ്റ്റ് എടുക്കേണ്ടത്, അല്ലാതെ എല്ലാ ദിവസവും എടുക്കണ്ട. കാരണം എക്സാം അടുക്കാറാവുമ്പോൾ നമുക്ക് ഫുൾ ടെസ്റ്റ് ഡെയിലി എടുത്തു തുടങ്ങാം. അതിന് മുന്നേ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സൺഡേസിൽ മാത്രം ഒരു 3 എണ്ണമൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, ഫുൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മതി. അപ്പൊ ആ ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പറയുന്നത്, പറയുക കേട്ടോ. ഫുൾ ലെങ്ത് ടെസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യണം. നിങ്ങളുടെ മിസ്റ്റേക്സ് ആണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പോവേണ്ടത് കേട്ടോ. പിന്നെ എല്ലാത്തിന്റെയും കാര്യം നമ്മൾ പറയുന്നത് 30+ ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ മിനിമം മാക്സിമം ചെയ്യാൻ നോക്കണം. നമ്മൾ ഒരു 5-10 ക്വസ്റ്റ്യൻസ് ചെയ്തത് കൊണ്ട് ഒന്നും ആവത്തില്ല. നമുക്കൊരു 30+ ക്വസ്റ്റ്യൻസ്, ഏകദേശം ഒരു 50 ക്വസ്റ്റ്യൻസ് ഒക്കെ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ എന്താണ്, നമ്മൾ നല്ലൊരു ലെവലിലേക്ക് വരികയാണ്. നമുക്ക് ഏറ്റവും ബെസ്റ്റ്, കാരണം ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവണം. എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അയ്യോ ഇത് ഇന്ന മോഡലിലാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്വിക്ക് നമ്മുടെ ആ മെമ്മറി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം പ്രാക്ടീസ് ചെയ്യണം. ആ പ്രാക്ടീസ് ആണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത്. ആ പ്രാക്ടീസ് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, എഫക്റ്റീവ് ആക്കാൻ നോക്കുക. പിന്നെ എന്താണ്, എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം നിങ്ങൾക്ക് പറ്റുമോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ചിന്തിച്ചിരിക്കാനേ പറ്റത്തുള്ളൂ. എപ്പോഴും മോട്ടിവേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. NTPC ഒക്കെ എന്താണ് അത്ര പാടെന്നുള്ള ഒരു കാര്യമല്ല. എല്ലാവരും എല്ലാ മനുഷ്യന്മാർ എഴുതിയെടുക്കുന്ന കാര്യമാണ്. നമുക്കും പറ്റുന്ന ഒരു കാര്യമുള്ളതാണ്, നമുക്ക് പറ്റാത്ത ഒരു കാര്യമായിട്ടല്ല അതിനെ കാണേണ്ടത്. +2
ലെവലാകുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും, ഗ്രാജുവേറ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ ഹാർഡ് ആയിരിക്കും. എന്നാൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നമ്മൾ എന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഡൗട്ട് അടിക്കില്ല. ഒരിക്കലും നമ്മുടെ കഴിവിൽ നമ്മൾ ഡൗട്ട് അടിക്കാൻ പാടില്ല. നമ്മുടെ ബെസ്റ്റ് കൊടുത്ത് നമ്മൾ പഠിക്കുക, ടൈം മാനേജ് ചെയ്യുക, നല്ല ആക്യുറേറ്റ് ആയിട്ട്. ഇപ്പൊ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ഒക്കെ കൃത്യമായിട്ട് അറിയുക, ഒരു നമ്പർ കണ്ടാൽ അറിയണം അത് ഏതിന്റെ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നതാണെന്നൊക്കെയുള്ള കാര്യം. ലോജിക്കലി എല്ലാ കാര്യങ്ങളും ചിന്തിക്കാൻ കഴിയുമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. GK കുറച്ച് ടഫായിട്ട് തോന്നുമെങ്കിൽ പോലും കുറെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമ്മൾ ഈ ചോദിക്കുന്ന 40 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. എങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് കാണും, ജോഗ്രഫി ക്വസ്റ്റ്യൻസ് കാണും, പൊളിറ്റി ക്വസ്റ്റ്യൻസ് കാണും, എക്കണോമിക്സിൽ 2-3 ക്വസ്റ്റ്യൻസ് കാണും, അതുപോലെ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ബേസിക്കലി ഉള്ള സാധനമാണ്. നമ്മൾ YCT-യിലായിക്കോട്ടെ, പിനാക്കിലായിക്കോട്ടെ, അല്ലെങ്കിൽ പല പല ക്ലാസ്സസിൽ നമ്മൾ പഠിച്ച സാധനങ്ങളൊക്കെ തന്നെയാണ് ആ ടോപ്പിക്സിൽ നിന്ന് കവർ ചെയ്യുന്നത്. നമ്മൾ 10ാം ക്ലാസ്സിൽ +2-ലൊക്കെ പഠിച്ച സാധനങ്ങൾ തന്നെയാണ്. അതൊക്കെ നമുക്ക് അറിയുന്ന ഫാക്ടുകളാണ്. ഇനി കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ന്യൂസ് ആയിരിക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാൻ പറ്റാത്തത്. സ്റ്റാറ്റിക് GK-യിൽ പോലും ഡാൻസും ആർട്ടും കൾച്ചേഴ്സും ഇതെല്ലാം നമ്മൾ പഠിക്കുന്നതാണ്. സ്പോർട്സ് ഒക്കെ ബോയ്സിന് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരു ടോപ്പിക്കാണ്. അത് ഇന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് എഫോർട്ട് ആയിട്ട് നമ്മൾ കുറച്ച് പഠിക്കുക, നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക, പഠിക്കുക. നമുക്ക് സമയമില്ല എന്നൊന്നും കരുതരുത്. ഉള്ള സമയം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മിനിമം 5 മണിക്കൂർ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ഉറങ്ങണം, നന്നായിട്ട് ഉറങ്ങണം. ഒരുപാട് ടയേർഡായിട്ടല്ല പഠിക്കേണ്ടത്. അത്യാവശ്യം ബ്രേക്ക് ഒക്കെ എടുത്ത് എനഫായിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. നിങ്ങൾ പഠിക്കാനായിട്ട് നിൽക്കുന്നത് ആ പഠിത്തം നിങ്ങൾ കൃത്യമായിട്ട് നടത്തുക. കാരണം ജോലി വേണമെന്നുള്ളതാണ് നമ്മുടെ പ്രൈം ലക്ഷ്യം എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഹെൽപ്പ് ചോദിക്കുക, ആരടുത്താണോ ഹെൽപ്പ് ചോദിക്കാൻ പറ്റുന്നത്. ഇപ്പൊ അത് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾ പഠിക്കുന്ന കൂടെ ഉള്ളവരായിരിക്കാം ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പാരന്റ്സ് ആയിരിക്കാം ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ കുറെ ഓഫ്ലൈൻ കുറെ യൂട്യൂബ് ചാനൽസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽസ് ആയിരിക്കാം ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊക്കെ എന്തിനാണ് ഇതിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ഒരുപാട് ക്ലാസ്സസ് എല്ലാ ക്ലാസ്സസും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യൂട്യൂബിലൊക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ പഠിക്കുക, അല്ലെങ്കിൽ ഓഫ്ലൈൻ ബാച്ചസിൽ ജോയിൻ ചെയ്ത് പഠിക്കുക, ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് പഠിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ജോലി എന്ന് പറഞ്ഞ ഒരു പ്രൈം ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ അതിന്റെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ, കൃത്യമായ രീതിയിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പോകണം. ആ കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്ത് പോകണം. എന്തൊക്കെ പഠിക്കണമെന്ന് അറിയണം, കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കണം. കൃത്യമായ മെന്റർഷിപ്പിലൂടെ ഒക്കെ പഠിക്കണമെന്നാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ പറയുന്ന NTPC-യുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ അങ്ങനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗോളാണ് റെയിൽവേ ഒക്കെ. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.